പ്രജിത, ഈ അഫാന്റെ അച്ഛൻ ഇപ്പോ വന്നിട്ടുണ്ടല്ലോ, അബ്ദുൾ റഹീം. അപ്പൊ ഈ അഫാന്റെ ഉമ്മ എന്തൊക്കെയോ ഒളിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാകുന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്താ പറയാനുള്ളത്? അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നുള്ളതാണ്. ഈ ചേട്ടനറിയാമല്ലോ, ചേട്ടന് കാരണം ഈ കട്ടിലിൽ നിന്ന് നമ്മൾ ഒരാളെ ഒരു 10 തവണയോ അതിൽ കൂടുതലും ഇട്ടാൽ പോലും അത്തരത്തിലൊരു പരിക്ക് വലിയ മുറിവുകളൊന്നും ഉണ്ടാവില്ല. അപ്പോ ഉമ്മ പറയുന്നത് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്, കള്ളമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവരുടെ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് കൂടുതൽ അവരോട് നമുക്ക് കൂടുതൽ ചോദിക്കാനൊന്നും പറ്റില്ല. മജിസ്ട്രേറ്റ് വന്നിട്ടാണ് അവരുടെ മൊഴി എടുത്തിട്ടുള്ളത്. അപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്ത മൊഴിയാണെങ്കിലും അതിനൊരു എന്താ പറയാ, സാധാരണ ഒരു മൊഴിയുടെ ഒരു ഇതുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതായത് വില കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മൊഴി അസത്യമാണ് എന്നുള്ളത് മജിസ്ട്രേറ്റിനും പോലീസിനും ഒരുപോലെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് വരെ അറിയാം അടിച്ചുണ്ടാകുന്ന പരിക്കും വീണുണ്ടാകുന്ന പരിക്കും അതിന്റെ ആഴവും ഒക്കെ രണ്ടാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട്. കാരണം അഫാനെ രക്ഷിക്കേണ്ടത് ഉമ്മയുടെ കൂടി ഉത്തരവാദിത്തമായിട്ട് മാറുന്നുണ്ട്. അത് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവരുടെ അച്ഛൻ അബ്ദുൾ റഹീം അദ്ദേഹം നാട്ടിലെത്തിയപ്പോൾ പറഞ്ഞത് 15 ലക്ഷം, ഇനി കൂടിപ്പോയാൽ ഒരു 20 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് എന്ന് വിചാരിക്കുക. ആ കടബാധ്യത ഉണ്ട് എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം അവിടെ ഒളിവിൽ പോലും പോയതും അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചത് പോലും ഈ കടം വീട്ടി തനിക്ക് നാട്ടിലെത്താൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ വിശ്വാസത്തെ മൊത്തം തകിടം മറിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇവിടെ ഉമ്മയും മകനും നടത്തിയിട്ടുള്ളത്. ഇവർ ക്യാൻസർ പേഷ്യൻ്റ് ആണ്, എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്നിരിക്കൽ പോലും ഈ ഒരു കടം ഉണ്ട് എന്നുള്ളത് റഹീമിനറിയാം. നാട്ടിൽ ഇത്രയൊക്കെ തന്നെയാണ് ഏതാണ്ട് വരുന്നത്. ഈ 14 പേര് കടം കൊടുത്ത 14 പേരുടെ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ 14 പേര് എത്തരത്തിലുള്ള ആളുകളാണ് എന്നുള്ളത് കൂടി അഫാന്റെ ഈ രാത്രികാലത്തിലേക്കുള്ള പോക്കും അഫാന്റെ ഈ മനസാന്നിധ്യവും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് പുറത്തു വരേണ്ടതുണ്ട്. കാരണം അത് ഏത് തരത്തിലുള്ള ആളുകളാണ്, ഇനി അത് കള്ളപ്പണമാണോ കൊടുത്തിരിക്കുന്നത് എന്ന് പോലും നമുക്കറിയില്ല. കാരണം ഇത്രയും രൂപ ഒരു തവണ കൊടുത്തു, 2 തവണ കൊടുത്തു, പിന്നീടും വാങ്ങിയാണ് ഈ 65-70 ലക്ഷം രൂപയോളം എത്തി നിൽക്കുന്നത്. ഈ ചിട്ടി നടത്തിയ പണവും അഫാൻ മുക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനം വിറ്റ പണം, അതായത് അഫാൻ പറഞ്ഞത് 1 ലക്ഷം, ആദ്യം 2.5 ലക്ഷത്തിന് പണയപ്പെടുത്തി കാറ് പണയപ്പെടുത്തി പണമെടുത്തു, പിന്നീട് അത് വിറ്റു, 4 ലക്ഷത്തിന് വിറ്റതിന് ശേഷം 1 ലക്ഷം രൂപ പിതാവിന് അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിതാവ് പറയുന്നുണ്ട് നാട്ടിൽ നിന്ന് ഒന്നും തനിക്ക് അയച്ചു തന്നിട്ടില്ല. കൂടാതെ ഫർസാനയുടെ മാല അഫാൻ വാങ്ങിയിട്ടുള്ള കാര്യം അറിയാമായിരുന്നു, അതിന് കുറച്ച് പൈസ അദ്ദേഹം അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് 1 രൂപ പോലും ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടില്ല. ഇപ്പൊ ഒരു 4 മാസത്തോളമായിട്ട് അദ്ദേഹത്തിന് പൈസ അയക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും 65 ലക്ഷം രൂപ ഈ 4 മാസം കൊണ്ട് എങ്ങനെ വന്നു എന്നുള്ളതുണ്ട്. അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ആക്ച്വലി സ്തബ്ധനായി പോയിട്ടുണ്ട്. കാരണം ഇത്രയും വലിയൊരു ബാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ അഫാനെ ഇപ്പോൾ അഫാൻ പോലീസിന്റെ മുന്നിൽ പോയത് പോലും ചേട്ടന് അറിയാമല്ലോ, നമ്മളെല്ലാവരും കണ്ടതാണ്. അഫാൻ ഈ കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് കുളിച്ച ശേഷം എലിവിഷം കഴിച്ചിട്ടാണ് ചാവിയും കറക്കി ഞാനൊരു 5 പേരെ തട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന അഫാൻ മരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാണ് അവിടെ പോയിട്ട് ഈ ഒരു വിഷയം പറയേണ്ട കാര്യം? ഞാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടത്? തീർച്ചയായും സ്വയം ആത്മഹത്യയ്ക്ക് ചെയ്യണം, മരണത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പറയേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, അതുപോലെ ഈ പോയിസൺ കഴിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത് ഒരു നിശ്ചിത അളവിലേക്ക് എത്തിയാൽ മാത്രമാണ് അത് മരണത്തിലേക്ക് പോകുള്ളൂ. ബോധ്യവുമുണ്ട്. ഒരിക്കൽ ചെയ്ത് ശീലിച്ച ഒരു കാര്യമാണ്, ഒരിക്കൽ ചെയ്തിട്ടുള്ള അതെ, അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു വഴി,
രക്ഷപ്പെടാനും മറ്റു ചില തന്ത്രങ്ങൾ മെനയാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് അഫാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ കൊന്നിട്ടുണ്ട് പറയുന്നതും ഞാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും. അത് വലിയ മാരകമായ അളവിലൊന്നുമല്ല അഫാന്റെ ശരീരത്തിൽ ചെന്നിരിക്കുന്നത് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. അപ്പോൾ പിന്നീട് അഫാൻ അവിടെ എന്താ പറയാ മാനസിക അസ്വാസ്ഥ്യം ഉണ്ടാകുന്ന രീതിയിലൊക്കെ പെരുമാറിയെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അതെ ഒച്ചയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അഫാന്റെ മൊഴി, അഫാൻ ഇപ്പം മൊഴി നൽകിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് കൊന്നിരിക്കുന്നത്, ഇതാണ് കാരണം, കടബാധ്യതയാണ് കാരണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ മൊഴി നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ ചെന്താമര അടക്കം ഞാൻ ഇപ്പൊ തന്നെ എല്ലാം അങ്ങ് ഏറ്റെടുക്കും എന്ന് പറഞ്ഞ രീതിയിലാണ് പോലീസിനോട് പറഞ്ഞത്. എന്താ പറയാ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചത് പോലും അത്തരത്തിലാണ്. പക്ഷെ കോടതിയിലെത്തിയപ്പോഴേക്കും മൊഴി മാറ്റി, അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അഫാന്റെ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തണം. അതായത് ആ മജിസ്ട്രേറ്റിന് മുന്നിൽ അടച്ചിട്ട മുറിയിലോ മറ്റോ അല്ലെങ്കിൽ കോടതിക്കുള്ളിൽ ജഡ്ജിയുടെ മുൻപിൽ അടച്ചിട്ട മുറിയിൽ അഫാനും ജഡ്ജിയും മാത്രമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ആ സമയത്ത് ഒരു വാർണിംഗ് നൽകും മജിസ്ട്രേറ്റ്. അതായത് നിങ്ങൾ പറയുന്ന കുറ്റസമ്മത മൊഴി അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും എന്നുള്ള കൃത്യമായ വാർണിംഗ് നൽകിയിട്ടാണ് ഇത്തരത്തിൽ പ്രതികളുടെ മൊഴിയെടുക്കുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സാധാരണയായി സംഭവിക്കാറുള്ളത് ഈ പറയുന്ന പ്രതികളെല്ലാം തന്നെ ഇത്തരത്തിലൊരു മൊഴി കൊടുക്കില്ല. അതായത് അവർക്ക് അതായത് തിരിച്ചടിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു മൊഴിയിലേക്ക് ഇവർ പോകില്ല. പൂർണ്ണമായും തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള രീതിയിലേ മൊഴി പോകുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെയുള്ള ഒരു കാര്യം ജുഡീഷ്യൽ അല്ലെങ്കിൽ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ നടത്തുക എന്നുള്ളതാണ്. അത് അപ്പോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫാനെ പോലീസ് ഇല്ലാതെ, പോലീസിന്റെ അസാന്നിധ്യത്തിൽ അഫാൻ താൻ ചെയ്ത പ്രവൃത്തികൾ, എല്ലാ കുറ്റകൃത്യങ്ങളും മറ്റൊരാളോട് ഏറ്റുപറയണം. ഇയാൾ കൊടുക്കുന്ന മൊഴി വിശ്വസനീയമാണ്. അതായത് ഈ ഏറ്റുപറഞ്ഞ് കേട്ടയാളുണ്ടല്ലോ, അയാൾ കൊടുക്കുന്ന മൊഴി വിശ്വസിക്കും. അതെ, മറ്റത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം പോലീസിന്റെ എന്താ പറയാ പോലീസ് മർദ്ദിച്ചു അല്ലെങ്കിൽ പോലീസ് നിർബന്ധിച്ചു എന്നൊക്കെ പലരും മൊഴി പറയാറുണ്ട്, മൊഴി കൊടുക്കുമ്പോൾ പറയാറുണ്ട് പിന്നീട് കോർട്ടിലെത്തുമ്പോൾ. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം, അതെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു നീക്കം ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനോ വേണം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമേ, ഇത്തരത്തിലൊരു കാര്യങ്ങൾ നടത്തിയാൽ മാത്രമേ അഫാനെ ഇതിൽ കൃത്യമായി പൂട്ടാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ നിയമത്തിലെ ലൂപ്പോൾസ് അറിയാമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ അഫാൻ ഊരിപ്പോരും. ഒരുപക്ഷെ അഫാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും ഉമ്മ അഫാനെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു നാടകം കളിക്കുന്നതിന് പിന്നിലും ഇയാളെ ചുറ്റിയെ കൊണ്ട് അടിച്ചിട്ടില്ലെന്നാ തോന്നുന്നത്. ഇല്ല, ഉമ്മയെ അടിച്ചിട്ടില്ല എന്നുള്ളതല്ല, ഉമ്മയെ ആദ്യം കഴുത്ത് ഞെരിച്ച് ശ്രമിക്കുന്നു. തിരിച്ചു വരുമ്പോൾ കാണുന്നത്, ചുറ്റിക വാങ്ങി വരുമ്പോൾ കാണുന്നത് ഉമ്മ കണ്ണു തുറന്ന് അഫാനെ നോക്കുന്നതാണ്. അപ്പോൾ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി ഉമ്മയെ അടിക്കുകയാണ്, ചുറ്റികയ്ക്ക് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ പോലീസ് വന്ന് നോക്കുമ്പോൾ അവർക്കൊരു ജീവൻ ഉണ്ട് എന്ന് മനസ്സിലായതോടുകൂടിയാണ് അവർ പെട്ടെന്ന് തന്നെ, അതെ ക്രിട്ടിക്കലായിരുന്നു, ആ ഒരു സമയത്ത് അവർ അപ്പൊ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോലീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാഹചര്യ തെളിവുകളുണ്ടല്ലോ, അത് കൃത്യമായ രീതിയിൽ എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്ത് കോടതിയിൽ അത് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്താൽ മാത്രമേ അഫാനെ കൂട്ടാനും ഇതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കള്ളപ്പണമാണോ ഈ കിട്ടിയിട്ടുള്ളത്. ഇത്രയും പേർക്ക് കടം എന്നൊക്കെ പറയുന്നെങ്കിൽ ആരും കടം ചോദിച്ചൊന്നും അവിടെ വന്നിട്ടില്ലെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ഇതൊക്കെ വെറുതെ ഈ ചെക്കൻ പറയുന്ന 14 പേര് നിങ്ങളുടെ ഒരു കാശ് മേടിച്ചെന്നൊക്കെ പറയുന്നത്. ആരും കാശ് കൊടുത്തവരാരും ഒരു നിർബന്ധിക്കാൻ ചെന്നിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെയും പറയും. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഇത്രയേറെ പണം വന്ന് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു കള്ളപ്പണ ഇടപാടിന്റെ കാര്യങ്ങളും കൂടെ തീർച്ചയായിട്ടും ഈ നടന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മുസ്ലിം ബെൽറ്റ് ഏരിയയാണ്. പൂർണ്ണമായും ഒരു 10 വീട് എടുത്താൽ 8 വീടും 9 വീടും
ഈ പറയുന്ന രീതിയിൽ മുസ്ലിം ബെൽറ്റ് ഏരിയയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഈ PFI തുടങ്ങിയുള്ള SDPI തുടങ്ങിയുള്ള സംഘങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. ഈ കുട്ടി അതെ, ഇവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ചേട്ടാ, ഇവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പറയുന്ന പോലെ സ്ലീപ്പർ സെൽ മാതൃകയിലാണ്. ഇവർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒരു മനുഷ്യ അറിയില്ല. അപ്പോ അത്തരത്തിലൊരു സംഘത്തിലേക്ക് ഈ പറയുന്ന അഫാൻ ചെന്ന് പെടുകയും ഒരു പക്ഷെ ഉമ്മയ്ക്ക് എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉമ്മയ്ക്ക് അറിയാൻ കഴിഞ്ഞേക്കും, ഉമ്മയ്ക്ക് അഫാനെ തടയാൻ പറ്റാത്ത രീതിയിൽ ഈ പണത്തിന്റെ വിനിയോഗം ഉമ്മയും നടത്തിയിട്ടുണ്ടാകും. ഉമ്മ നടത്തിയിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ മകൻ ഉമ്മ തന്നെ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അതായത് അതെ, അതായത് ഈ പറയുന്ന അഫാൻ ഇത്തരത്തിൽ പോയി കിട്ടുന്ന പണം അല്ലെങ്കിൽ ഈ രാസലഹരി ഉൾപ്പെടെ അതിന്റെ കരിയർ ആണോ ഈ പറയുന്ന അഫാൻ എന്നുള്ളത് കൂടി അന്വേഷിച്ചറിയേണ്ടതുണ്ട്. ഈ രാത്രി സഞ്ചാരം എന്തിനായിരുന്നു? എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ അഫാൻ രാത്രിയിൽ പോകുന്നുണ്ടായിരുന്നു. അതുപോലെ ബന്ധുക്കളുടെയിൽ നിന്നും പോയാൽ അധികം സംസാരിക്കില്ല, കല്യാണത്തിന് പോയാൽ വളരെ മാറി നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ക്യാരക്ടർ ഈ കുട്ടിയെ കുറിച്ച്. അതെ, അപ്പോൾ ഇത്തരത്തിലുള്ള അഫാനെ അഫാൻ കൊണ്ടുവരുന്ന പണം ഉമ്മ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഉമ്മയ്ക്ക് പിന്നീട് അഫാനെ തള്ളിപ്പറയാനും പറ്റില്ല. അത് ഉമ്മ മകൻ, അതെ, ഉമ്മയ്ക്ക് കൃത്യമായിട്ട് ഇതിന്റെ സോഴ്സ് അറിയാൻ പറ്റും. പക്ഷെ ഉമ്മയ്ക്ക് ഒരിക്കലും അഫാനെ തള്ളാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ ഈ പറയുന്ന ചിട്ടി നടത്തിയിട്ടുള്ള പണം ഷാഹിദയ്ക്ക്, അതായത് കൊല്ലപ്പെട്ട വല്യച്ഛന്റെ ഭാര്യ ഷാഹിദയ്ക്ക് നൽകിയിട്ടില്ല. ഇതിനെ ചൊല്ലിയിട്ട് ഷാഹിദയുടെ ഭർത്താവ്, അതായത് വല്യച്ഛനും അഫാനും തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഈ പണം അഫാൻ എടുത്ത് ഉപയോഗിക്കുകയും അതിനെ ചൊല്ലിയിട്ട് ഈ പറയുന്ന ഷെമിയും, അതായത് അഫാന്റെ അമ്മയും അഫാനും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഒരു വിഷയമാണ് അവിടെ. അതെ അതെ, അതൊരു വിഷയമാണ്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയേണ്ടതുണ്ട്. നമ്മൾ ആദ്യമേ പറയുന്നുണ്ട്, ഇത്രയും മനസാന്നിധ്യത്തോടുകൂടി ഈ കുട്ടി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു പരിശീലനം കിട്ടിയത് കണക്കാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമുക്കത് പറയേണ്ടി വരുന്നത്. അപ്പോ അഫാനെ പൂട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനോ നടത്തേണ്ടതുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് പ്രീത തന്നെ സംസാരിച്ചിരുത്തോളൂ. അതായത് അഫാനെ പൂട്ടണം എന്നുണ്ടെങ്കിൽ മയക്കുമരുന്നിൽ ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് അറിയണം. നോട്ട് ഇരട്ടിപ്പ്, അത് പ്രീത കറക്റ്റായിട്ട് അത് പറഞ്ഞു എന്നൊരു സംശയം ഉണ്ടെങ്കിൽ നോട്ട് ഇരട്ടിപ്പ് സംഘങ്ങൾ ഇപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തീവ്രവാദ ബന്ധങ്ങളോ നോട്ട് ഇരട്ടിപ്പ് സംഘങ്ങളോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഈ കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് ചിലപ്പോൾ അമ്മയ്ക്ക് അറിയാൻ പറ്റും. കൂടാതെ പോലീസ് അത് തെളിയിക്കേണ്ടത് ആണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഉള്ളത്. ഇനി പറഞ്ഞോളൂ. അതെ, അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകണം എന്നുണ്ടെങ്കിൽ അഫാനെ പോലീസിനെ വിട്ടുകിട്ടേണ്ടതുണ്ട്, കസ്റ്റഡിയിൽ കിട്ടേണ്ടതുണ്ട്. അതായത് അഫാൻ ഇപ്പോ എന്ത് പറയുന്നു എന്നുള്ളത് കോടതിയിൽ അത് ആവർത്തിക്കപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ അവിടെ നടക്കേണ്ടതുണ്ട്. ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഈ അഫാന്റെ ഉമ്മ അല്ലെ, അവരുടെ പേര് ഷെമി, ഈ ഉമ്മ ഇപ്പൊ വാപ്പ വന്നിട്ടുണ്ട്. അപ്പൊ ഉമ്മയും വാപ്പച്ചയും ഈ കുട്ടിയും കൂടെ ഇരുത്തി ചോദ്യം ചെയ്താൽ തന്നെ പകുതി കള്ളങ്ങൾ വീമ്പ് പറയുന്ന പൊളിയില്ല. അതൊക്കെ ചെയ്യുമായിരിക്കും പോലീസ്. അതൊക്കെ പോലീസ് അതിലേക്ക് പോകും. അതിന് മുൻപാണെങ്കിലും ഇത് ചെയ്ത്, അതായത് ഓരോ നടപടിക്രമങ്ങളാണല്ലോ. അഫാനെ ആദ്യം കയ്യിലേക്ക് കിട്ടുക, അഫാന്റെ ഭാഗത്ത് പിന്നീട് കിട്ടേണ്ടത് പ്രധാനമായിട്ടും ഷെമീനയുടെയാണ്, അതായത് അഫാന്റെ അമ്മയുടേതാണ്. അതിൽ അഫാന്റെ അമ്മ വീണ്ടും വീണ്ടും പറയുന്നത് ഈ പറയുന്ന മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് പിന്നിലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ കൂടുതൽ അന്വേഷണം തന്നെ നടക്കണം. അതിന് എല്ലാ ലൂപ്പ് ഹോൾസും അടച്ച് എല്ലാ തെളിവുകളും നിമിത്തമായിട്ട് തന്നെ കരുതാം. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല വാപ്പയ്ക്ക് എത്താൻ കഴിയുമെന്നുള്ളത്. അതെ അതെ അതെ, അച്ഛന് എത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതെ അതെ. അപ്പോ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കോടതി പോകണം. എല്ലാ എവിഡൻസും കോടതിയിൽ പോലീസ് എത്തിക്കേണ്ടി വരും. തീർച്ചയായിട്ടും പോലീസ് ഈ അന്വേഷണത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഈ പറഞ്ഞ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ കൂടെ ആകുമ്പോൾ പ്രീത പറഞ്ഞ പോലെ ഇവർ മാറിപ്പറയാൻ സാധ്യതയുള്ളതും പോലീസ് എടുക്കുന്ന സമയത്ത് കോടതി പറയുന്ന സമയത്ത് ഏതായാലും ഈ 24 വയസ്സുകാരന്റെ മൊഴിയിൽ എനിക്ക് തോന്നുന്നത് ആദ്യം പറയുന്നതൊക്കെ തന്നെ പച്ചക്കള്ളമാവാനേ സാധ്യതയുള്ളൂ അല്ലെ? അതെ അതെ.